ഹായ് ഹലോ. അപ്പോൾ നമുക്ക് നല്ലൊരു 3D പെയിൻറ്റിങ് ചെയ്യാം കേട്ടോ. സോ ഇതിൻ്റെ കവർ പേജ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ താഴെ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കേട്ടോ, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് 3D പെയിൻറ്റിങ്ങിന് വേണ്ടത് ഒരു 2-3 പെയിൻറ്റിങ്സ് വേണം. ഓക്കെ, അത് ഒരേ ഒരു ഫീച്ചറിലുള്ള പെയിൻറ്റിങ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഗാർഡൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ, പൂക്കളും മഷ്റൂമും ചെടികളും പുല്ലുകളും, ഈ സംഭവം മാത്രമേ എനിക്ക് വരയ്ക്കാൻ അറിയുള്ളൂ ഗൈസ്. എന്താ ചെയ്യാനാ. അപ്പോൾ അത് വരച്ചതിന് ശേഷം എല്ലാം സെയിം വലുപ്പമാണ് നോക്കുക. അതിന് ശേഷം അതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, നമ്മുടെ 3D പെയിൻറ്റിങ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് മാത്രം കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ. ഓക്കെ, സെറ്റല്ലേ? അങ്ങനെ എല്ലാത്തിൻ്റെയും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓരോന്നിലും ഓരോ പ്രത്യേകത നമ്മൾ കാണുക. ഓക്കെ, ഇപ്പോൾ ഒന്നിൽ ലീഫാണെങ്കിൽ, ഒന്നിൽ മഷ്റൂം, ഒന്നിൽ പൂവാണെങ്കിൽ, അങ്ങനെ ഒരു ലുക്ക് കിട്ടണം. പിന്നെ നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ ഒന്നിൻ്റെ ബാക്കിലായിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, വരച്ചു കൊടുക്കുക. ഹൈറ്റ് കൂടിയത് മേലെ ബാക്കിൽ വെക്കുക, ഹൈറ്റ് കുറഞ്ഞത് ഫ്രണ്ടിൽ അങ്ങനെ ഒക്കെ വെച്ച് കൊടുക്കുക. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനി നമുക്കിവിടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് പെയിൻറ്റിങ് ആണ്. ഈ പെയിൻറ്റിങ്ങിലാണ് നമ്മുടെ എന്താ പറയുക, എല്ലാ കഴിവും പുറത്തെടുക്കേണ്ടത്. സോ പ്ലീസ് ഇതിൽ പെയിൻറ്റിങ് അടിപൊളിയായിട്ട് സെറ്റാക്കുക. ഞാൻ പെയിൻറ്റ് ചെയ്യാൻ അത്ര വലിയ എന്താ പറയുക എക്സ്പേർട്ടൊന്നുമല്ല, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം അവിടെ ഇരിക്കുന്നത് ഒച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒന്നും വിചാരിക്കേണ്ട, എൻ്റെ ഒച്ച ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി ഫ്ലവേഴ്സ് കളർ കൊടുത്തു. പിന്നെ അതാ ബ്ലാക്ക് കളറിൽ ചെറിയ ചെറിയ പാറക്കുട്ടികളാണ് കേട്ടോ, ഐ മീൻ പാറക്കല്ല്. ഓക്കെ, പിന്നെ ലീഫൊക്കെ സെറ്റ് ചെയ്ത്, നമ്മുടെ മരത്തിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, ഇനി നമുക്ക് അതിൻ്റെ ഒരു സ്കൈ സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്കൈ ഏകദേശമൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടത്തെ പോർഷൻ ഇത് കുറച്ച് നല്ലതായിരിക്കണം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യാനാണ്, ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ തന്നെ ലാസ്റ്റ് ഞാൻ ചടച്ച്. അപ്പോൾ പിന്നെ അതങ്ങനെ ഇരിക്കട്ടെ, ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അത് നമുക്ക് വല്ല പണിയൊന്നും ചെയ്തില്ല. പിന്നെ അങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് സിസാക്ക് പോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ ലെയറിലും നമ്മുടെ പിക്ചേഴ്സ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതാണ് മെയിൻ പരിപാടി. ഓക്കെ, ഇതുപോലെ 6 ആക്കിൻ്റെത് താഴെയും വേണമെങ്കിൽ മേലെയും ഇതുപോലെ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടിയും ലുക്ക് കിട്ടും. പക്ഷേ ഞാൻ മേലെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മൂഡ് പോയിന്ന്, അതുകൊണ്ട് മൊത്തത്തിൽ കൊളായതുകൊണ്ട് ഞാൻ മേലെ ചെയ്തില്ല, താഴെ മാത്രം ചെയ്തിട്ട് സെറ്റാക്കി കൊടുക്കും. പക്ഷേ എന്നാലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഗാർഡൻ. അപ്പോൾ ഇങ്ങനെയുണ്ട്, സെറ്റല്ലേ? ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.